എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 70 ശ്ലോകം 5, 6, 7, 8, 9, 10, 11 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ദേഹശുദ്ധി വരുത്തി പരമാത്മാവിനെ ധ്യാനിക്കും എന്നതാ പറയുന്നു. ഭഗവാൻ തന്നെ പരമാത്മാവാണ്, പിന്നെ എന്തിനാ ധ്യാനിക്കണത്? ഇങ്ങനെയാണ് ഓരോ മനുഷ്യരും ചെയ്യേണ്ടത്, ലോകത്തിലുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 5. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകം സ്വയം ജ്യോതിരനന്യമവ്യയം സ്വസംസ്ഥയാ നിത്യനിരസ്തകൽമഷം ബ്രഹ്മാഖ്യമസ്യോദ്ഭവനാശഹേതുഭിः സ്വശക്തിഭിർലക്ഷിതഭാവനിർവൃത്തിം. ഭഗവാന്റെ ആ ധ്യാനത്തിന് വിഷയമായ ആത്മാവിന്റെ സ്വരൂപം ആ ശ്രുതിയില് വിവരിച്ചത് അനുസരിച്ചതാ പറയണു. സകലത്തിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യം ഏകമാണ്. അതുകൊണ്ട് ആ ചൈതന്യം ഖണ്ഡമല്ല, അഖണ്ഡമാകുന്നു. അതിന്റെ അഖണ്ഡാവസ്ഥയില് അതിന് ഉപാധിയോട് സംബന്ധമില്ലാത്തത് കൊണ്ട് അത് അനന്യമാകുന്നു. അതുകൊണ്ട് ഉപാധികൾ നശിക്കുമ്പോൾ നാശമില്ലാത്തതാണ്. ഉപാധികൾ നശിക്കുമ്പോൾ അത് നശിക്കുന്നില്ല, ആ ചൈതന്യം അത് അവ്യയമാകുന്നു. അതുകൊണ്ട് സ്വഭാവത്താൽ തന്നെ അവിദ്യാരൂപമായ കൽമഷത്തിന്റെ സമ്പർക്കം ഏതു കാലത്തിലും ഇല്ലാതാകുന്നു. അങ്ങനെ ഒരു ചൈതന്യമുണ്ടെന്ന് എങ്ങനെയാ നിശ്ചയിക്കുക എന്നാണെങ്കിൽ, ഈ കാണപ്പെടുന്ന ലോകത്തിന്റെ നാനാത്വത്തിനും ഉൽപ്പത്തി സ്ഥിതി നാശങ്ങൾക്കും കാരണമായിരിക്കുന്ന സത്വരജസ് തമോ ഗുണങ്ങളോടുകൂടിയ ശക്തികൾ കാണപ്പെടുന്നത് കൊണ്ട് ആ ശക്തികൾക്ക് ആധാരമായിട്ട് ഒരു ശക്തൻ, അതായത് ഒരു അധിഷ്ഠാനം ഉണ്ട് എന്നും അതിനെ ഈ ശക്തികൾക്ക് അതിക്രമിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിന്റെ സ്വരൂപം ആനന്ദമാകുന്നു എന്നും അറിയപ്പെടാൻ യോഗ്യമായിരിക്കുന്നു. ഈ ചൈതന്യത്തെ അതിന്റെ സർവവ്യാപക ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതല്ലാത്ത ആത്മാവിനെയാണ് ഭഗവാൻ ധ്യാനിച്ചത് എന്ന് മുമ്പിലുള്ള ശ്ലോകത്തോട് ചേർത്ത് വായിക്കണം. അഥാപ്ലുതോംഭസ്യമലേ യഥാവിധി ക്രിയാകലാപം പരിധായ വാസസി ചകാര സന്ധ്യോപഗമാദി സത്തമോ ഉദാനലോ ബ്രഹ്മജാപവാക്യത. ഇങ്ങനെ ആത്മാവിനെ ധ്യാനിച്ച ശേഷം ശുദ്ധജലത്തില് സ്നാനം ചെയ്ത് ഒരു വസ്ത്രം ഉടുത്ത് മറ്റൊന്ന് ഉത്തരീയമായിട്ട് ധരിച്ചു. സന്ധ്യാവന്തനം മുതലായ കർമ്മങ്ങളൊക്കെ ക്രമമായിട്ട് ചെയ്തു. സജ്ജനങ്ങൾ അനുസരിക്കേണ്ട വിധത്തില് വാക്കുകൾ അടക്കിക്കൊണ്ട്, അതായത് മൗനമായിട്ട് അഗ്നിഹോത്രം ചെയ്തു. കർമാവസാനത്തിൽ ഗായത്രി മന്ത്രം ജപിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ വേണ്ടത് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് ഭഗവാൻ. ഇത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഭഗവാൻ ചെയ്യുക. ഭഗവാന്റെ ദിനചര്യ. ഉപസ്ഥായാർക്കമുദ്യന്തം തർപ്പയിത്വാത്മനകലാ ദേവാൻ ഋഷീൻ പിതൃൻ വൃദ്ധാൻ വിപ്രാനഭ്യർച്ചജാത്മവാൻ. അങ്ങനെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി നിന്ന് അർഘ്യം കൊടുത്തു. അനന്തരം പരമാത്മാവായ തന്റെ അംശഭൂതന്മാരായ ദേവന്മാരെയും ഋഷികളെയും പിതൃക്കളെയും വൃദ്ധബ്രാഹ്മണരെയും യഥാവിധി പൂജിച്ചു. ധേനൂനാം രുക്മശൃംഗീണാം സാധ്വീനാം മൗക്തികസ്രജാം പയസ്വിനീനാം ഗൃഷ്ടീനാം സവത്സാനാം സുവാസസാം ദദോരൂപ്യഘുരാഗ്രാണാം ക്ഷൗമാജിനതിലയേ സഹ അലങ്കൃതേഭ്യോ വിപ്രേഭ്യോ ബദ്ധ്വം ബദ്ധ്വം ദിനേ ദിനേ. പിന്നെ എല്ലാ ദിവസവും ശ്രീകൃഷ്ണ ഭാര്യമാരുടെ എല്ലാ ഗൃഹങ്ങളിലും ഭഗവാൻ ഇരുന്ന് പശുദാനം ചെയ്യുകയുണ്ടായി. ഒരു ഗൃഹത്തിലല്ല, എല്ലാ ഭാര്യമാരുടെ ഗൃഹത്തിലിരുന്ന് പശുദാനം ചെയ്യും. ബ്രാഹ്മണർക്ക് അലങ്കാരങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്ത്
അങ്ങനെ ബ്രാഹ്മണരെ അലങ്കരിച്ച് നിർത്തിയ ശേഷം കൊമ്പുകളിലും കുളമ്പുകളിലും സ്വർണവും വെള്ളിയും കെട്ടി മുത്തുമാലകളൊക്കെ കഴുത്തിൽ ധരിപ്പിച്ച് ധാരാളം പാൽ കറക്കുന്നവയും സ്വഭാവ ഗുണമുള്ളവയും കടിഞ്ഞൂല് പറ്റവയും കുട്ടികളോടുകൂടിയവയുമായ ബദ്ധ്വം പശുക്കളെ, ബദ്ധ്വം എന്ന് പറഞ്ഞാൽ 13,084, ആ സംഖ്യക്കാണ് ബദ്ധ്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പശുക്കളെ എല്ലാ ദിവസവും ശ്രീകൃഷ്ണൻ വെള്ള വസ്ത്രങ്ങളോടും കൃഷ്ണമൃഗ ചർമ്മങ്ങളോടും എള്ളോടും കൂടി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അങ്ങനെ എല്ലാ ദിവസവും ദാനം ചെയ്യും. ഗോവിപ്രദേവതാ വൃദ്ധ ഗുരൂൻ ഭൂതാനി സർവശ നമസ്കൃത്യാത്മസംഭൂതേ മംഗളാനി സമസ്പൃശത്. പിന്നെ ഗോബ്രാഹ്മണാദികളെയും ശ്രേഷ്ഠഭൂതങ്ങളെയും നമസ്കരിച്ച് കർമ്മ സമർപ്പണം ചെയ്ത ശേഷം ആത്മവിഭൂതികളായിരിക്കുന്ന മംഗളപദാർത്ഥങ്ങള് സ്പർശിച്ചു. ആത്മാനം ഭൂഷയാമാസ നരലോകവിഭൂഷണം വാസോഭിർഭൂഷണേ സ്വീയൈ ദിവ്യസ്രഗലുലേപനൈ. അതിനുശേഷം ഈ ലോകത്തിന് അലങ്കാരമായിരിക്കുന്ന ഭഗവാന്റെ ആ ദിവ്യമംഗള ശരീരം പീതാംബരം കൊണ്ട് അലങ്കരിക്കും. പിന്നെ കൗസ്തുഭ മുതലായ ആഭരണങ്ങള് എടുത്തണിയും, വനമാല മുതലായ മാലകൾ എടുത്ത് ധരിക്കും. അങ്ങനെ കുറുക്കൂട്ടുകള് കൊണ്ട് ശരീരം മുഴുവൻ അലങ്കരിച്ച് തന്നെ ഭഗവാൻ തന്നെ നല്ല വസ്ത്രാഭരണാദികൾ ധരിക്കും എന്ന് അർത്ഥം. അങ്ങനെ ഭഗവാന്റെ ദിനചര്യ മനോഹരമായിട്ട് തുടരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.